വലുതുമായ ദൈവാനുഭവങ്ങളാണ് നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും വ്യത്യസ്തങ്ങളാകാം. അത്തരം വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തരായ വ്യക്തികളുമായി ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തെ കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു പുതിയ കുടുംബത്തെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ആ കുടുംബത്തെ ഒന്ന് കാണാം. ഇന്ന് ഈ കുടുംബം നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ആ കുടുംബത്തെ. നമ്മളോട് ഇനി അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്ന ഈ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് ഇനി മോന്റെ പേര് മൂത്തയാളല്ലേ? ഇമ്മാനുവൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th-ലാണ്. മോള്? എന്റെ പേര് അൻസാമേരി. ഞാൻ 5th-ലാണ് പഠിക്കുന്നത്. കുഞ്ഞുമോന്റെ പേരെന്താ? പേര് പറ. ജോമോൻ. കുഞ്ഞുമോനാണ് ജോമോൻ. ഓക്കെ. നിങ്ങളുടെ യാത്രയൊക്കെ സുഖമായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഗ്രിഗറി ചേട്ടാ, ഫൈസ ചേച്ചി. എനിക്കൊന്ന് ഫൈസ ചേച്ചിനെ വീട്ടിൽ വിളിക്കുന്ന അമ്മു എന്നാണല്ലേ? ചേട്ടന്റെ പേര് വല്ലോട്ടോ? അപ്പുവാണ്. അപ്പുവാണ്. ഓക്കെ. അപ്പൊ നിങ്ങള് ഇപ്പം എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ബിസിനസ് എനിക്കൊന്ന് ഫാദറായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ്സും ക്രോക്കറി. ചേച്ചിയും അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആണ്. ഓക്കെ. ചേച്ചിയും ഇതിനകത്തേക്ക് കയറി അല്ലേ? ഓക്കെ. നിങ്ങളുടെ സ്ഥലവും കടയും കാര്യങ്ങളും ബിസിനസ്സും ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ കാണുന്ന ചുറുചുറുക്കോടെ നടക്കുന്ന ഒരു ഫൈസ ചേച്ചി അല്ലായിരുന്നു കുറച്ച് നാള് മുമ്പ് അല്ലേ? എന്താ ചേച്ചി ഒത്തിരി ദൈവാനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു കുടുംബമാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാവോ എന്താ സംഭവിച്ചെന്ന് ചേച്ചിയുടെ ജീവിതത്തില്? ഒരു 8 കൊല്ലം മുന്നേ എനിക്ക് കാലിന് ശകലം വേദന പോലെയൊക്കെ വന്നു. കാലം നടക്കുമ്പോൾ ഒക്കെ ഒരു പെട്ടെന്ന് തെന്നി പോകുന്ന പോലെയൊക്കെ ഒരു അനുഭവം വന്നിട്ട് ബലക്കുറവ് പോലെ അങ്ങനെയായിരുന്നു. അപ്പം തേയ്മാനം വരുമ്പോൾ നമുക്കൊരു തെന്നൽ പോലെ അനുഭവപ്പെടുന്ന പോലെയായിരുന്നു ആദ്യം. അതത്ര കാര്യമാക്കിയില്ല. മോളൊക്കെ ചെറിയ കുഞ്ഞായിരുന്നു, 2 വയസ്സുള്ളപ്പോഴാണ് മോൾക്ക്. അത് 1 കൊല്ലത്തോളം ഞാൻ അതങ്ങനെ കാര്യമാക്കിയില്ല, ഞങ്ങൾ കാണിച്ചില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും നടക്കുന്നതൊക്കെ ഇങ്ങനെ കാല് ഏറ്റക്കുറച്ചിലുള്ളതുപോലെ നടക്കാൻ ഈ ലെവലിലല്ല, കാലിന് കുറച്ച് സ്വല്പം വയ്യായികയുള്ള ആൾക്കാർ നടക്കുന്ന ലെവലിലേക്കായിപ്പോയി. നടക്കുന്നതൊക്കെ ഭയങ്കര വേദനയാണ്, നടക്കാൻ പറ്റില്ല, ഒട്ടും നടക്കാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ല. ചേച്ചിക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? എനിക്കന്ന് 29 വയസ്സ്. അത്രേ ഉള്ളൂ? ഓക്കെ. 28 കഴിഞ്ഞ് 29 ആകുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ അന്ന് വയസ്സ്. ചെറുപ്രായമാണ്. തീരെ നടക്കാൻ വയ്യ, കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. മോള് രാത്രി കിടന്ന ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ ഒന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുപോകാൻ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പുള്ളിയാണ് അപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ തീരെ നടക്കാൻ പറ്റാതെ ഇപ്പം ഞങ്ങളുടെ ഡാഡിയുടെ അമ്മ അന്ന് ഒത്തിരി പ്രായമായിട്ടിരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പം അമ്മച്ചിയായിട്ട് കിടന്ന സമയത്ത് ഡാഡിയുടെ പെങ്ങളുണ്ട്, 2ാമത്തെ പെങ്ങൾ. എനിക്ക് തീരെ നടക്കാൻ വയ്യ, പക്ഷെ ഞാനാണ് നിൽക്കുന്നത് കൂടെ. അപ്പം ആൻറ്റി പറഞ്ഞു, എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കുമല്ലേ, നീ ഒന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഒരു MRI എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടറെ കണ്ടപ്പം അന്ന് രാത്രി സമയമാണ്. അപ്പോൾ ഞങ്ങൾ വേഗം ഞാൻ വീട്ടിൽ പോന്നു. പിറ്റേ ദിവസം MRI
അമല ഹോസ്പിറ്റലാണ് MRI ആദ്യം എടുത്തത്. MRI എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഭയങ്കരമായിട്ട് ബോണെല്ലാം സ്റ്റിഫായി പോയിരിക്കുന്നു, കുറച്ചും കൂടെ മുന്നേ വരേണ്ടതായിരുന്നു, വരുമായിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയൊരു സർജറി ഒക്കെ ചെയ്താൽ നമുക്കങ്ങ് നടക്കാമായിരുന്നു. ചെറുപ്രായത്തിലൊക്കെ ബോൺ സ്റ്റിഫ് ആകുക എന്നൊക്കെ പറയുന്നത് അത് അവർക്കും അറിയത്തില്ല, എന്തുകൊണ്ടാന്ന് അവർക്കും അറിയില്ല. അവർ ചോദിച്ചത് സ്ഥിരമായിട്ട് വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ എന്നാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് മരുന്നൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോകാൻ കാരണം. അവർ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല, ഈ പ്രായത്തിൽ ഇങ്ങനെ സ്റ്റിഫായി പോകാൻ വഴിയില്ല എന്ന്. അപ്പോൾ പിന്നെ ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ചുകൂടെ മുന്നായിരുന്നെങ്കിൽ നമുക്കൊന്ന് ചെറിയൊരു സർജറി ചെയ്താൽ ഒരു 6 മാസം 7 മാസം കൊണ്ട് നടക്കാം. ആ സ്റ്റേജ് കടന്നു പോയതുകൊണ്ട് നമുക്ക് ഹിപ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹിപ്പ് ബോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ആ സമയത്ത് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര പാടാണ് നടക്കാൻ. 2 വയസ്സെന്നല്ലേ പറഞ്ഞല്ലേ എടുത്തോണ്ട്? ഒത്തിരി എനിക്കൊന്ന് ഒത്തിരി വഴക്കൊക്കെ പിടിച്ച അമ്മയോട് പക്ഷേ അവൾക്കറിയാൻ തോന്നുന്നു, അവൾ അത്ര വഴക്കൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല. എനിക്കൊന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ മക്കളുടെ കാര്യമൊക്കെ എനിക്കൊന്ന് ചേട്ടനായിരിക്കും അല്ലേ കൂടുതലും ചെയ്തോണ്ടിരുന്നതൊക്കെ? ഭക്ഷണമൊക്കെ കഴിച്ചോളൂ, അങ്ങനത്തെ വഴക്കൊന്നും പ്രശ്നമൊന്നുമില്ല? സൈലന്റ് ആണ്. മക്കളും രണ്ടുപേരും തല്ലുകൂടലും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതൊരു ദൈവാനുഗ്രഹം അല്ലേ ഈ ഒരു സമയത്ത്? സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും, 100% ചെയ്യും. മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സർജറി ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നോ ഈ ഒരു സമയത്ത്? സർജറി ചെയ്തോ? സർജറി സർജറി ചെയ്തില്ല. അപ്പോൾ നമ്മൾ അമല ഹോസ്പിറ്റലിൽ ആദ്യം പോയത്. അപ്പോൾ അവിടെ MRI എടുത്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരൊറ്റ ഡോക്ടർ പറയുന്ന കേട്ട് നമുക്ക് ചെയ്യണ്ട, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ഡോക്ടറെ അടുത്ത് പോയി. ഷൊർണൂരാണ് പോയത് രണ്ടാമത്. അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് ഒത്തിരി മെഡിസിൻ എഴുതി, 10 ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അത്രയൊന്നും ഗുളിക നമുക്ക് കഴിക്കണ്ട, പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുള്ളത് പറഞ്ഞു മടക്കിയിട്ട് വേസ്റ്റ് ഹോട്ടലിൽ കിട്ടോ, അധികം ഗുളിയൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അപ്പം അത്ര ഗുളിക നീ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഇവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയല്ലേ, അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് തന്നെ സ്റ്റേജെല്ലാം കടന്നുപോയി, നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 29 വയസ്സേ ആയിട്ടുള്ളൂ, ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ തന്നെ 15 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു സർജറി വേണ്ടി വരുന്നു, അത്രയേ നിൽക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഫുട്ബോൾ കളിക്കാരുടെ നെയ്മറിന്റെ ഒക്കെ കാലിന്റെ മുട്ട് സർജറി ചെയ്തതാണ്. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ പിള്ളേർ അവന് ക്ലാസ് ഉണ്ട്, അവൻ സ്കൂളിൽ പോകുന്നുണ്ട്, മോള് ചെറിയ കുട്ടി പ്ലേ സ്കൂളിലൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്ക് 1 കൊല്ലം കഴിഞ്ഞു കേട്ടോ, 3 വയസ്സായി കുഞ്ഞിന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാണാൻ പോയത് ഡോക്ടറെ. അതുവരെ ഇങ്ങനെ ഇരുന്നു. അത് ഇങ്ങനത്തെ കൊണ്ടാണ് ഇങ്ങനെ തെന്നുന്നത് എന്നുള്ളത് അത്ര ചിന്ത വന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പം അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേജ് കടന്നുപോയി, ചെയ്യാൻ പറ്റുന്ന ലെവലൊക്കെ മാറി. പിന്നെ 29 വയസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ചെയ്യണം. അങ്ങനത്തെ നമ്മള് മനുഷ്യ സഹജമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ അമ്മയും പുള്ളിയും കൂടെയാണ് വന്നത്. ഡാഡി ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഡാഡി ഉണ്ടായിരുന്നു. ഡാഡി എനിക്ക് ഒത്തിരി സപ്പോർട്ടാണ് മക്കളുടെ കാര്യത്തിലും എല്ലാറ്റിനും. അപ്പോൾ ഡാഡി പറഞ്ഞു നമുക്കെന്നാ ചെയ്യാനുള്ള കാര്യം ചെയ്യാം, അത് വെച്ച് താമസിപ്പിക്കണ്ട ഇനി. അപ്പോൾ എനിക്കൊരു വിഷമം, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം എന്തായാലും അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു ചിലപ്പോൾ നടക്കുമ്പോൾ അങ്ങനെ ഏറ്റക്കുറച്ചിലൊക്കെ വരാം എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ നമുക്കൊരു എക്സ്പീരിയൻസ്, അത് ഫുള്ളായിട്ട് എനിക്ക് റിക്കവർ ചെയ്ത് വരുമെന്നൊന്നും പറയാൻ യാതൊരു ഉറപ്പുമില്ല, ചെയ്ത് നോക്കാം, എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ആണോ? ട്രാൻസ്പ്ലാന്റ് അല്ല, അതിന് വേറൊരു ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു സർജറി, അത് മജ്ജ വെക്കുകയാണെന്നാണ് പറഞ്ഞത്, ഹോളിട്ട് മജ്ജ വെക്കുകയാണ്. അതല്ല ഇപ്പം ചെയ്യേണ്ടത്, ശരിക്കും ചെയ്യേണ്ടത് മജ്ജ ഫിക്സ് ചെയ്യാണ് ഇവിടെ നിന്ന് ചെയ്തിട്ട്. നല്ല വേദനയാണ് സർജറി കഴിഞ്ഞപ്പോൾ. 3 മണിക്കൂറോളം സർജറി ഉണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ല, അതാണ് ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളുടെ അടുത്താണ് ഒപ്പീനിയൻ ചോദിച്ചത്, ഇതല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ മുന്നേ നിങ്ങൾ വരുമായിരുന്നെങ്കിൽ ചെയ്യാനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ചെയ്യാം, അത് സർജിക്കലി അത് അല്ല ചെയ്യേണ്ടത്,
അത് ചേച്ചിയുടെ ഒരു ടെൻഷനൊക്കെ കണ്ടിട്ടാന്ന് തോന്നല്ലോ ഡോക്ടർ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ എന്നുള്ളത് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു 29 വയസ്സല്ലേ ആയുള്ളൂ, ഇപ്പോഴേ നമുക്കത് മാറ്റി വെച്ച് പിന്നെയും ഒരു ഓപ്പറേഷൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ. ഞങ്ങളുടെ പുള്ളിയുടെ ഡാഡി ഭയങ്കരമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അത് ശരിയാവും. അപ്പം മോക്ക് ചെറിയ മോനും ഒരു 6-7 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ആ 10 ദിവസത്തെ ഓണം വെക്കേഷൻ വരുമ്പം ചെയ്യാന്നുള്ള ലെവൽക്കാണ് ഞങ്ങൾ പോയിട്ട് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര വേദന കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ. പല്ല് തേക്കണമെങ്കിൽ അപ്പ കൊണ്ടുവന്ന്. ചേച്ചിയുടെ അമ്മേനെ നമുക്ക് ഈ ഒരു സമയത്തൊന്ന് കേൾക്കാം. അമ്മയുടെ ഒരു അനുഭവങ്ങൾ നമുക്കൊന്ന് കാണാം. നടക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഡോക്ടർ നോക്കി, ഡോക്ടർ കണ്ടുപിടിച്ചു ബോളിന് ഒരു ഡാമേജ് ആയി പോയി ഇന്ന്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, മജ്ജ വെച്ച് നിറച്ചു. ഹോളിട്ടിട്ടാണ് ഈ ബോളിൽ ഹോളിട്ടാണ് മജ്ജ നിറച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു നടക്കരുത്, ഡോക്ടർ പറയുന്നിടം വരെ എന്ന്. പക്ഷേ ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇവിടെ ഈ ഭവനത്തിലേക്കാണ് വന്നത്. ഇവിടെ വന്ന് 1.5 മാസം ഇവിടെ റെസ്റ്റ് ചെയ്തു. അത്രയും 1.5 മാസം നടന്നിട്ടില്ല, കിടപ്പ് തന്നെയായിരുന്നു. കിടന്ന കിടപ്പിൽ അങ്ങനെ കിടക്കും. പക്ഷെങ്കിൽ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാം ചെയ്ത് കൊടുക്കണമായിരുന്നു. ബാത്റൂമിൽ പോകാൻ മാത്രം ഞങ്ങൾ കയ്യിൽ ഇങ്ങനെ തോളത്തിടിച്ച് ബാത്റൂമിലേക്ക് ഒറ്റക്കാലം നടന്നു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തും. അത്രയും ബാത്റൂമിൽ പോകാൻ മാത്രം അത്രയും നടക്കുമായിരുന്നു. നടക്കുന്ന ഞങ്ങളുടെ സഹായത്താൽ, കാല് ചവിട്ടാതെ ഒറ്റക്കാലിൽ. 1.5 മാസം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. ഈ ഒരു പ്രായത്തിൽ നമ്മളിങ്ങനെ ഓടി നടന്ന് മക്കളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഒക്കെ ചെയ്യാനും സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ കിടപ്പായി പോവാന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ ഡീൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നമുക്ക് തന്നെ വരുന്ന മടിയും വിഷമവും എല്ലാം ഉണ്ട്. മക്കളുടെ കാര്യങ്ങൾ ചേട്ടനാണോ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്തൊക്കെ ഡീൽ ചെയ്തതെല്ലാം? കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാണ്ടാക്കലും. വൈഫിന്റെ വീട്ടിലായിരുന്നു കുട്ടികള്. ഇവിടെ ഡെയിലി കാലത്ത് പോയിട്ട് അവരെ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക്. അവിടുന്ന് കാലത്ത് പോയിട്ട് കുട്ടികളെ എടുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടാക്കി വൈകിട്ട് സ്കൂളിൽ നിന്ന് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കും. അത് കഴിഞ്ഞ് കട പൂട്ടി കഴിഞ്ഞാൽ വൈഫിന്റെ വീട്ടിലേക്ക് പോകും. ഓടി കുറെ അല്ലേ? പക്ഷെ പിന്നീട് വളരെ അത്ഭുതകരമായിട്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾക്ക് പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ധ്യാനത്തിനൊക്കെ പോകാനൊക്കെ പറ്റും. നിങ്ങളുടെ ഒരു ശരിക്കുള്ള ദൈവാനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുമായിരുന്നു. എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളൊക്കെ? നടന്ന സമയത്ത് എനിക്ക് നിരാശയൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് ഓരോ ഗോതമ്പ് മണി ഒരു മാസികയുണ്ട് അൽഫോൻസമ്മയുടെ, അത് ശാലോം ആ മാസിക. ഒത്തിരി മാസികകൾ വായിക്കുന്നത്. അതുപോലെ ബെന്നി പുന്നത്തറ സാർ എഴുതിയിട്ടുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു. കൊന്ത ചൊല്ലുമ്പോഴത്തെ അനുഭവങ്ങളാണ് അതിനകത്ത് കൂടുതൽ. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന. കിടന്നുകൊണ്ടാണ്. പല്ല് തേക്കണമെങ്കിൽ എടുത്തുകൊണ്ടും തരണം, നമ്മൾ പുൽക്കുഴിഞ്ഞ് തുപ്പിയ. ചേച്ചിനെ കൂടുതൽ എൻ്റെ വീട്ടിൽ പോയപ്പം അപ്പയാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഭയങ്കര ഒരു മെന്റൽ സപ്പോർട്ട് ആയിരുന്നു തോന്നല്ലേ? എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളൊരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി. ജുബിൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കുറച്ച് അനുഭവങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടാണ് ഇവരുടെ ഫാദർ, ചേർട്ടിയേട്ടൻ. അത് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവരോട് എപ്പോഴും പ്രോഗ്രാം ഇങ്ങനെ ഇവരെ പ്രാർത്ഥനകളൊക്കെ വെക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലും അവർ ഇടയ്ക്ക് പ്രാർത്ഥനകൾ വയ്ക്കുമ്പോൾ അവരും വരാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം ഇവർക്ക് വിശ്വാസമുള്ളതാണെന്നും. അപ്പം പുള്ളി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ മരുമോൾക്ക് അമ്മൂന് ഇങ്ങനെ വീൽ ചെയറിലാണ്, അവൾ 5-6 മാസമായിട്ട് വീൽ ചെയറിലാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ ആ കേസ് അങ്ങനെ വിട്ടുപോയി. അപ്പോൾ നവംബർ മാസത്തിൽ ഇങ്ങനെ തൃശ്ശൂർ ദേവശബ്ദം കൺവെൻഷൻ നടക്കുമ്പോൾ 2015 ഞാനിങ്ങനെ ഇടയ്ക്ക് പോയി കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം ഞാൻ പകൽ
ഉള്ള ധ്യാനത്തിന് പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊന്നും ഇവരുടെ കാര്യമൊന്നും ഓർമ്മയിലില്ല. അപ്പോൾ അവിടെ ഒരു ആമവാദം സൗഖ്യപ്പെട്ട ഒരു സ്ത്രീ അവിടെ സാക്ഷ്യപ്പെടുത്തി, തീരെ നടക്കാൻ പറ്റാത്ത കേസ്. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഇവരുടെ കാര്യം, അമ്മുവിൻ്റെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഇവരുടെ എനിക്ക് വെച്ചാൽ ഞായറാഴ്ച അറ്റൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, വേറെ പ്രോഗ്രാം ഉള്ളത് കാരണം. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ചെറുതേട്ടനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഇങ്ങനെ ഒരു ഞാൻ റിയലായിട്ടൊരു സൗഖ്യം കണ്ടു. അപ്പോൾ നമ്മുടെ അമ്മുവിനെ പറ്റെങ്കിൽ ഒന്ന് കൊണ്ടുവന്നാൽ അത് കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നണം എനിക്ക്. പിന്നെ ഇവരുടെ താല്പര്യമാണല്ലോ. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു ഇവരുടെ. ധ്യാനത്തിലേക്കുള്ള ആദ്യത്തെ വിളി ഇതായിരുന്നില്ല എന്ന് തോന്നുന്നു. ചേച്ചിക്ക് ഒരു അനുഭവം പറയാനുണ്ട് അല്ലേ? അത് ഞാനിങ്ങനെ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം വീൽ ചെയറിലാണ്. അപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുമ്പം ഞങ്ങളുടെ ഒരു കാറ് ഇന്നോവ വിൽക്കുകയാണ്. അപ്പം താമരശ്ശേരിയിൽ നിന്ന് ബിജു എന്ന് പറയുന്നൊരു ചേട്ടൻ അത് വാങ്ങാൻ വന്നതാണ്. വാങ്ങാൻ വന്നവർ ലിവിങ് റൂമിൽ ഇരിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഈ മോളെന്തോ വെള്ളം വേണമെന്നെന്തോ പറഞ്ഞിട്ട് ആ ലിവിങ് റൂം കൂടി വേണം പോകാൻ. അപ്പോൾ ഈ വീൽ ചെയറിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഈ വീൽ ചെയറിൽ പോകാൻ എനിക്കൊരു മടി. അപ്പം ഞാൻ പോകാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുക. കൊച്ച് തീരെ സമ്മതിക്കണില്ല. ഞാൻ തന്നെ എടുത്തു കൊടുക്കണം. അടുക്കളയിൽ നിൽക്കണ ആ ചേച്ചി എടുത്ത് കൊടുക്കും. അവർ നന്നായിട്ട് നോക്കും കുഞ്ഞിനെ. പക്ഷെ അവൾക്ക് വേണ്ട, ഞാൻ തന്നെ വരണം. ഒരു പ്രായത്തില് പിള്ളേരുടെ അമ്മമാരോടുള്ള ചില വാശികളാണല്ലോ അല്ലേ അത്? അമ്മ തന്നെ വരണമെന്ന് വാശി പിടിക്കുക. അപ്പം ഇവരാ വീൽ ചെയറെ കുന്തി കൊണ്ടുപോകും തന്നെ കേട്ടോ. നമുക്ക് തന്നെ ചെയ്യാം, എന്നാലും ഇവരുള്ളപ്പം ഇവര് ഉന്തി കൊണ്ടുപോകും തന്നെ. അപ്പം ഈ മോനും ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞു, ഇവളുണ്ട്, 5 മോളുണ്ട്. രണ്ടുപേരും കൂടെ ഉന്തി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, ബിജു എന്നാ പേര്. പുള്ളി കണ്ടു. പിന്നെ ഫോൺ ചെയ്തിട്ട് അങ്ങോട്ട് ചോദിച്ചു എന്ത് പറ്റിയതാന്ന്. ഡെലിവറി ചെയ്യാൻ വേണ്ടി വണ്ടി വാങ്ങാൻ വന്നപ്പം എന്ത് പറ്റിയതാന്ന് ചോദിച്ചപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് രാത്രി ആ ചേട്ടൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു സാബു ബ്രദറിൻ്റെ, ഞാൻ സാബു ബ്രദറിനെ കേട്ടിട്ടില്ല കേട്ടോ അന്ന് ആ സമയം വരെ. അന്ന് വരെ എനിക്കറിയില്ല. സാബു ബ്രദർ എന്ന് പറയുന്നൊരു ബ്രദറുണ്ട്. ആ ബ്രദറിൻ്റെ ധ്യാനം കൂടിക്കൂടെ. ഞാൻ ധ്യാനം അങ്ങനത്തെ പ്രാർത്ഥനകളല്ല, അത്ത രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. ഞാൻ വേറെ മാർത്തോമാ സഭയിലാണ്. അപ്പം ഞങ്ങൾക്ക് ധ്യാനമൊന്നുമില്ല. പ്രാർത്ഥിക്കില്ല എന്നല്ല, പ്രാർത്ഥിക്കും. പക്ഷെ ധ്യാനം കൂടിയിട്ടുള്ള പ്രാർത്ഥന ഞാൻ പോയിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം ഡിവൈനിൽ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അവിടെ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഞാൻ തുറന്നങ്ങ് പറയും എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. അവർ നല്ല നല്ല കാര്യങ്ങളും അവിടെ ഭയങ്കര അനുഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. നമ്മുടെ ആത്മീയത വേറൊരു രീതിയിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത്. അപ്പം ധ്യാനം കൂടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ പറയാം ഇടയ്ക്ക് ധ്യാനം കൂടാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ആദ്യം ധ്യാനം കൂടാൻ. അപ്പം ഈ ചേച്ചിയും പറഞ്ഞു സാബു ബ്രദറിൻ്റെ ധ്യാനം കൂടി നോക്കുമോളെന്ന്. അപ്പം എനിക്ക് ഞാൻ സാബു ബ്രദറിനെ അറിയില്ല. ഞാൻ മോള് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊരു CD എനിക്ക് കൊറിയറിൽ അയച്ചു തന്നു. ആ CD കണ്ടപ്പോൾ അതിനകത്ത് സുധാകരൻ എന്ന് പറയുന്ന ചുമട്ട് തൊഴിലാളിയാണ്. ആ വ്യക്തി എഴുന്നേറ്റ് നടന്നു വരുന്നു. അയാൾ വയ്യാതെ ഇങ്ങനെ തളർന്നു കിടക്കുന്നൊരു വ്യക്തിയാണ്. അയാൾ എഴുന്നേറ്റ് നടന്നു വരുന്ന കണ്ടപ്പോൾ ഇപ്പം ഇവിടെ ഇരുന്ന് കരയണ പോലെ ഞാൻ അന്ന് എൻ്റെ വീട്ടിലിരുന്ന് കരയും. അപ്പോൾ അവിടെ മോള് ചോദിച്ചു, അപ്പം അമ്മ എന്താ അമ്മ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ സാബു ബ്രദറിൻ്റെ ധ്യാനത്തിനൊന്ന് പോകാൻ. അപ്പം നമുക്കിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം തോന്നും പോകണം. മക്കളെ ഒന്നൊന്നും എടുത്തിരുത്തി കൊഞ്ചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ. എന്താണെങ്കിലും ഒന്ന് കർത്താവെ പറ്റുമായിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മുടെ ഉള്ളിലൊരു ഭയങ്കരമായിട്ടൊരാഗ്രഹം നമുക്ക് വരും. അപ്പോൾ ആ സമയത്താണ് തൃശ്ശൂർ ഇവിടെ ദൈവശബ്ദം കൺവെൻഷൻ വരുന്നത്. ഞാൻ പത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ സാബു ബ്രദറിൻ്റെ ധ്യാനം. ഞങ്ങൾ തമ്മിൽ സിസ്റ്റർ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുക്കലാണ് നമ്മളെല്ലാം കാര്യം ഷെയർ ചെയ്യുന്നത്. സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സാബു ബ്രദറിൻ്റെ CD കിട്ടി സിസ്റ്റർ, ഞാൻ കണ്ടു, ഒരാൾ എഴുന്നേറ്റ് നടന്നതെല്ലാം പറയുന്നുണ്ട് സിസ്റ്ററിൻ്റെ അടുത്ത്. സിസ്റ്റർ പറഞ്ഞു മോളെ ധ്യാനം സാബു ബ്രദർ വരുന്നുണ്ട്, നിനക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വാന്നു. തൃശ്ശൂർ 25 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവസ്ഥ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. വീൽ ചെയർ വേണം, വോക്കർ വേണം. ഈ വീൽ ചെയറിൽ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റണം. അതൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. ഞാൻ പുള്ളിയോട് പറഞ്ഞു ദൈവശബ്ദം കൺവെൻഷൻ നടക്കുന്നുണ്ടെന്ന് പോയാലോ. എങ്ങനെ പോകാനാ? ശരിയാണ്, എങ്ങനെ പോകാനാ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്താണ് ജുബിൻ എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ചെയ്യാമെന്ന്. അപ്പോൾ മുമ്പ് ലാൻഡ് ഫോണിൻ്റെ നമ്പർ അറിയാം. മുമ്പ് ലാൻഡ് ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു ജുബിനെ വിളിക്കുന്നുണ്ടാവുക.
നീ എടുക്കാൻ നിൽക്കണ്ട, ഈ വൈകിട്ട് സമയത്ത് ധ്യാനം ഒന്ന് അവസാനിക്കുക, അപ്പൊ ഒന്ന് വൈകിട്ട് നീ അങ്ങോട്ട് പോകണ്ട, ബുദ്ധിമുട്ടൊക്കെ നമുക്കത് വീൽ ചെയറൊക്കെയാണ് പോകണ്ടേ, എത്രയും ആൾക്കാരും പോകണ്ട ബുദ്ധിമുട്ടായി പറഞ്ഞ് പോകണ്ട, ഇവിടെ ധ്യാനം എന്തെങ്കിലും കൂടാം ഉള്ള കാര്യത്തിൽ പറഞ്ഞു. ഇവിടെ പ്രാർത്ഥിക്കാം, അവിടെ പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും, നീ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഡാഡി കട പൂട്ടിയിട്ട് വരിക. അപ്പം ജുബിൻ ചേട്ടൻ അപ്പോഴത്തേക്കും കടയിലോട്ട് വിളിച്ച് ഡാഡിയുടെ അടുത്ത് വിവരമൊക്കെ പറഞ്ഞു, അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്ക് പറ്റുവാണെങ്കിലേ. അപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാൾ സൗഖ്യപ്പെടുന്നത് കണ്ടു. അപ്പോൾ അവളും എഴുന്നേറ്റ് നടക്കും. ഇവിടെ ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, ഞാൻ നേരിട്ട് ഒരാളെ കണ്ടതാണ്. അപ്പോൾ ഡാഡി ഇങ്ങനെ വീട്ടിലോട്ട് വന്ന് ഞാൻ കിടക്കുന്ന റൂമിൽ ബാഗ് വെക്കുക. അപ്പോൾ ഡാഡിയുടെ അടുക്ക ഞാൻ പറഞ്ഞു, ഡാഡി ഇങ്ങനെ ദൈവശബ്ദം കൺവെൻഷൻ നടക്കുന്നുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? അപ്പോൾ ഡാഡി പറഞ്ഞു, എന്താ സംശയം, ഡാഡി കൊണ്ടുപോകാമല്ലോ, ഓളത്തെടുത്ത് വെച്ചാലും ഡാഡി കൊണ്ടുപോവില്ലേ. ഞങ്ങൾ പോയി. അവിടെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പിള്ളേരെ എല്ലാം അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടാണ്, എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി ഇവർ തിരിച്ചു വന്ന് എന്നെ വീൽ ചെയറിൽ ഇരുത്തി. അവിടെ സ്റ്റെപ്പൊക്കെ വീൽ ചെയർ എടുത്ത് ഇറക്കി. വോക്കറുണ്ട്, വോക്കർ മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ദൈവശബ്ദം കൺവെൻഷൻ അന്ന് അവസാനത്തെ ദിവസമാണ്. സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് വേണ്ടി. ഫുൾ ദിവസവും സിസ്റ്റർ പോയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്നും സിസ്റ്ററിനെ വിളിച്ചു, മോളെ ഞാൻ പോകുന്നുണ്ട് പ്രാർത്ഥിക്കാൻ, പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയോ കർത്താവിൻ്റെ കരുണയും ഒക്കെ കൂടെ നമ്മളവിടെ എത്തി. ആ സമയത്ത് ഡാഡിയുടെ ആ ഒരു കരുതലും ഒത്തിരി, അമ്മായിപ്പനാണ് പക്ഷെ അപ്പനെ പോലെ മോളെ സ്നേഹിക്കുന്ന പുറത്തുനിന്ന് ഒരാൾ കണ്ട മരുമകനും മോളാണോന്നാ അത്രയും സ്നേഹമാണ്. അത് അങ്ങനെ ഒരു അപ്പനെ കിട്ടാൻ ഒരു അനുഗ്രഹമാണ്. അത് ഇവിടെ പറയുന്നേ വേണം. അത്രയും ഈ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് എൻ്റെ അവസ്ഥകളിൽ എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് ഒരുപാട് രോഗാവസ്ഥകൾ വന്നിട്ടുണ്ട്, ഇതിനു മുന്നും വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കരുതിയ ഒരു അപ്പനാണ്. ഒത്തിരി ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹം എന്ന് തന്നെ ഞാൻ പറയും. അത്രയും നമ്മളെ കരുതിയിട്ടുണ്ട്. ആ അപ്പൻ്റെ ചെറിയ കുറച്ച് അനുഭവങ്ങളും നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ഷെയറു എന്നാണ്. ഞങ്ങൾ ഷെയറിംഗ് കമ്പനി എന്ന് പറഞ്ഞ പീഡിയ നടത്തുന്നതാണ്. ഞാൻ പീഡിയയിലിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അവിടെ സാബോധൻ്റെ ധ്യാനം നടക്കുന്നുണ്ട്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അസുഖങ്ങളൊക്കെ മാറിയിട്ടുള്ള ആൾക്കാരെ കണ്ടു. അപ്പം ഫേസേനെ അവിടേക്ക് ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യം ഉണ്ടാകും, ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മു വേറെ ഏതോ ലെവലിൽ സാബോധൻ്റെ ധ്യാനം തൃശ്ശൂർ നടക്കുന്നുണ്ട്, അവസാനത്തെ ദിവസം എന്നൊക്കെ അറിഞ്ഞിട്ട് ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുപോയില്ല, അങ്ങനെ എന്താ ബുദ്ധിമുട്ടല്ലേ പോകാനൊക്കെ പറഞ്ഞു. അല്ല, എനിക്കങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് ചെന്ന് പീടികയിൽ നിന്ന് വീട്ടിൽ വന്ന് കയറി ബാഗ് എടുത്ത് വെക്കുന്ന നേരത്താണ് എന്നോട് മരുമോള് ചോദിക്കണേ, ഇന്നൊന്ന് ഈ ധ്യാനത്തിന് കൊണ്ടുപോകുന്നു. അപ്പോഴേക്ക് തോന്നി, അവിടുന്ന് ഒരാളിനോട് പറയുകയും ചെയ്തു. പിന്നെ അമ്മൂനാണ് പോകണമെന്നുള്ള ആഗ്രഹമുള്ള കാരണം കൊണ്ട് ഞാൻ കൊണ്ടുപോകാം, ഞാനായിട്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവസാനത്തെ ദിവസമായിരുന്നു. ഞങ്ങൾ ധ്യാനത്തിന് 4 മണി ഏതാണ്ട് 4 മണിക്ക് എത്തണ മാതിരി തൃശ്ശൂർക്ക് ഞങ്ങൾ പോയി. അവിടെ വന്നപ്പോൾ അതിന് മുമ്പിലത്തെ ധ്യാനം കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തേക്ക് കൂട്ടമായിട്ട് ഇറങ്ങി വരുന്ന നേരമായിരുന്നു. അവിടെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നു. അവിടെ വന്നപ്പോൾ അവിടെ വീൽ ചെയറിലാണ് ഞങ്ങൾ അമ്മൂനാണ് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള കൂലിക്കാരും അതിനുള്ള ആൾക്കാരൊക്കെ സഹായിച്ചിട്ട് അവിടെ റോഡ് മാതിരി ഇല്ല, ഈ കല്ലും മുട്ടിമൊക്കെ അങ്ങനെ ഗ്രൗണ്ട് അത്ര റെഡി ആയിട്ടല്ല കിടക്കണേ. അപ്പോൾ വീൽ ചെയറിൽ വീല് ഉരുണ്ടു പോകണില്ല. അപ്പോൾ അവർ വന്നിട്ട് എടുത്തിട്ട് ഉരുളാത്ത സമയത്ത് എടുത്തിട്ട് 4-5 പേരും എടുത്തിട്ട് നീക്കി വെച്ചിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന പോലെ വിശ്വാസികളുടെ ഒരു സമൂഹം തന്നെ ചേച്ചിയുടെ ചുറ്റും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തെല്ലാം കൊണ്ടുപോകാനും ഇങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ചേട്ടനും പിന്നീട് ചേച്ചിയുടെ കൂടെ അപ്പനും കൂടെ സമ്മതിച്ചു അല്ലേ, പോകാമെന്ന് തന്നെ വെച്ചു. ഒപ്പം പോയി വീൽ ചെയർ എടുക്കുക. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാര് ശുശ്രൂഷയ്ക്ക് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എനിക്കൊന്നു ദൈവശബ്ദം കൺവെൻഷൻ 2 സെക്ഷൻ ആയിട്ടൊക്കെ ആയിരുന്നു. അല്ല, നിങ്ങൾ ക്യാൻസർ രോഗികളുടെ വാർഡിലായിരുന്നു.
അത് 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് 4 മണി വരെ, അത് കഴിഞ്ഞ് വേറെ സെക്ഷൻ ഉണ്ട്. അങ്ങനെ 2 സെക്ഷനായിട്ട് നടത്തുന്നുണ്ട്. ഒരു repetition രാവിലത്തെ സെക്ഷന് ഞങ്ങൾ പോയില്ല. അപ്പൊ സിസ്റ്റർ പോയിട്ടുണ്ട്. സിസ്റ്റർ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ, ഈ യൂണിയനിലെ ചേട്ടന്മാരാണിത് നടത്തുന്നത് ശരിക്കും. അപ്പോൾ ആ ചേട്ടന്മാരെല്ലാം കൂടെ കൂടിയാണ് എണ്ണ എടുത്ത് അവിടെ കൊണ്ട് വണ്ടി അവിടെ നിർത്തേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. അവര് വന്നിട്ട് മൂപ്പരേനെ എടുത്തുകൊണ്ടായി. വണ്ടി ഇടുമ്പോഴേക്കും മൂപ്പരെ ഏറ്റവും ഫ്രണ്ടിലേക്ക് എത്തി. അവിടെ കൊണ്ടുപോയി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ ബ്രദറ് തലയെ കൈവച്ചിട്ട് എഴുന്നേറ്റോ എന്ന് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു. ആ ബ്രദർ വന്ന് തലയെ കൈവച്ച് എഴുന്നേറ്റോ എന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിക്കേണ്ട, എഴുന്നേറ്റോ എന്ന് പറഞ്ഞു. പിന്നെ വേറെ ചേച്ചി വന്നതുപോലെ പറഞ്ഞു, നീ എഴുന്നേറ്റ് നടന്നിട്ട്. എനിക്ക് ഇവരൊന്നും പരിചയമില്ല കേട്ടോ. അവര് വന്ന് എന്താ പറയാണ്, ഇന്ന് എഴുന്നേറ്റിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് തന്നെ നമ്മുടെ മാലാഖമാരെ പോലെ അല്ലേ മനസ്സൊന്ന്. അപ്പം നമുക്ക് ഒരുക്കം ആണ് ആ സമയം എനിക്ക് തോന്നിയത്. കർത്താവ് എന്നെ ഒരുക്കുകയാണ് എഴുന്നേറ്റ്. അപ്പം ഞങ്ങളെ അവിടെ കൊണ്ട് ഇരുത്തി. അപ്പോഴത്തേക്കും അവിടെ വലിയ കൂട്ടങ്ങൾ കാണാനുണ്ട്, കരച്ചിൽ കേൾക്കാനുണ്ട്. അപ്പോൾ നോക്കിയും ബ്രദർ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്നാണ് ഓരോരുത്തർ എല്ലാവരോടും എഴുന്നേക്കാൻ പറയുന്നില്ല. ചില ആൾക്കാരുടെ അടുത്ത് തലയെ കൈവച്ച് എന്തോ പറയുന്നുണ്ട്. എന്താ പറയണത് നമുക്ക് കേൾക്കാൻ വയ്യ. നമ്മുടെ അടുക്ക വന്നപ്പോൾ ഒരു 2-3 പേരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം അങ്ങനെ തൊട്ട് പോയി എൻ്റെ തലയെ കൈ വെച്ചപ്പോൾ ചോദിച്ചു, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു അനുഭവം നിങ്ങളുടെ കുടുംബത്തെ മുഴുവനായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ തന്നാണ്. ചേച്ചി ഇപ്പം പൂർണ്ണ ആരോഗ്യതയായിട്ട് നമ്മുടെ അടുത്തിരിപ്പുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം നമുക്ക് ചേച്ചിയുടെ അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങൾക്കും ഒത്തിരി ആകാംക്ഷ ഉണ്ടാകും എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയാൻ. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് ഇവിടെ വന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ ഈ കുടുംബത്തിന് മുഴുവൻ ഒത്തിരി നന്ദി. ദൈവ പരിപാലനയുടെ ആ കരുതലിൻ്റെ ഒക്കെ വഴികൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും ഒത്തിരി അപ്പുറത്താണ്. നമ്മൾ ഇവരുടെ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് ചേർത്ത് വെക്കാൻ എത്ര മാലാഖമാരെയാണ് ഇവർക്ക് ചുറ്റും ദൈവം നൽകിയത്. നമ്മളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ, ഒത്തിരി വിഷമിക്കുമ്പോൾ നമ്മളെയൊക്കെ ഒത്തിരി വഴി നടത്താനും തമ്പുരാന്റെ പദ്ധതികളോട് നമ്മളെ ചേർത്ത് വെക്കാനും നമുക്കൊരു ദൈവമുണ്ട്. യെസ്, ഇറ്റ്സ് ഗോഡ്. ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.